ഓക്കെ, കൺവെക്ഷന്റെ പ്രോബ്ലംസ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അതിന്റെ ഷേപ്പ്, ആ സോളിഡ് സർഫസും അതേപോലെ ഒരു ഫ്ലൂയിഡും തമ്മിലുള്ള. നിങ്ങൾ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് കുറവല്ലോ ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് അന്നേരം തന്നെ ഒന്ന് പറയണേ, ഒന്നോട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ കൺവെക്ഷന്റെ പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് ഒന്ന് സോളിഡും ഒന്ന് ഫ്ലൂയിഡും തമ്മിലാണ് നടക്കുന്നത്. അക്ഷയ് ഷാജി എവിടെയായിരുന്നു? അക്ഷയ് കേൾക്കത്തില്ലേ പറയുന്നത്? അക്ഷയ് ഹലോ, എവിടെയായിരുന്നു? ഈ ക്ലാസ് HMD പോലുള്ള ക്ലാസ്സുകൾ മിസ്സാക്കരുത്. മറ്റുള്ള ക്ലാസ്സുകൾ തിയറി സബ്ജക്ട് പോലെ പഠിക്കാൻ പറ്റില്ല, മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, നമ്മൾ പറയുന്നത് കൺവെക്ഷന്റെ കാര്യങ്ങളാണ്. കൺവെക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഒന്ന് സോളിഡും ഫ്ലൂയിഡും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് എടുക്കണം, അതുപോലെ സോളിഡിന്റെ പ്രോപ്പർട്ടീസ് എടുക്കണം, സോളിഡിന്റെ ജോമെട്രി എടുക്കണം. അപ്പൊ ഇതുകൊണ്ടെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്ന സെക്കൻഡ്, ഇത് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെയ്നോൾഡ്സ് നമ്പർ, നസൽസ് നമ്പർ, പ്രാൻഡൽ നമ്പർ ഒക്കെ ഒന്നും പറഞ്ഞു. ഫോഴ്സ്ഡ് കൺവെക്ഷൻ അറിയാം. എക്സ്റ്റേണലി നമ്മളൊരു ഡിവൈസ് വെച്ചിട്ട് കൺവെക്ഷൻ ചെയ്യുന്നതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്നും നാച്ചുറൽ ആയിട്ട് നടക്കുന്നതിനെ ഫ്രീ കൺവെക്ഷൻ എന്നും പറയുന്നു. അതിനെ ക്രഷോഫ്സ് നമ്പർ, റെയ്ലീസ് നമ്പർ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോബ്ലംസ് പറഞ്ഞു. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഫ്ലാറ്റ് സർഫസ്, അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒന്ന് ഫ്ലാറ്റ് സർഫസിൽ കൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ ടൈപ്പ് 1 പഠിക്കുന്നത്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സിലിണ്ടറിൽ കൂടെ ഉള്ളത്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സ്ഫിയറിൽ കൂടെ ഉള്ളത്. ഇന്റേണൽ ഫ്ലോ ത്രൂ ട്യൂബ്സ്, അതായത് ഒരു ട്യൂബിന്റെ അകത്തൂടെ ഉള്ള ഫ്ലോ. അപ്പൊ എന്താണ്? സോളിഡ് ഉണ്ട്, അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ദെൻ ഫ്ലോ ത്രൂ നോൺ സർക്കുലർ ക്രോസ് സെക്ഷൻ. ദെൻ 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ കൺവെക്ഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അതെന്താണ്, എങ്ങനെയൊക്കെ പഠിക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് നമുക്ക് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് പഠിക്കാം. നമുക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഒന്ന് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഈ റെയ്നോൾഡ്സ് നമ്പർ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് എ സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്ക് against a wall, the inertia force exerted against the wall per unit area would be rho v square. അതായത് ഒരു സ്ട്രീം ഓഫ് ഓക്കെ, ലാഗ് ഉണ്ടോ ഞാൻ പറയുന്നത്? ഇവിടെ ബാക്കിയുള്ളവർക്ക് ലാഗ് ഉണ്ടോ? ആരോ പറഞ്ഞത് ഇപ്പോഴാ വന്നത്. ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഒരു സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ഒരു വോളെ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇനർഷ്യ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് റോ വി സ്ക്വയർ ആണ്. ഓക്കെ, ദ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് വിസ്കോസിറ്റി, വിസ്കസ് ഫോഴ്സ് ഓഫ് ദാറ്റ് സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ mu v by L. ഓക്കെ, ദ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് ഈസ് കോൾഡ് റെയ്നോൾഡ്സ് നമ്പർ. അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്, അത് മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ റോ വി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ വി ബൈ എൽ സി യെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വരുമ്പം റോ വി എൽ സി ബൈ മ്യൂ അല്ലെ റോ വി ഡി ബൈ മ്യൂ. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. അതൊരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ. ഇനി അതൊരു ട്യൂബ് ആണെങ്കിൽ ഈ എൽ സിക്ക് പകരം എന്താവും? ഡി ആവും. റോ വി ഡി ബൈ മ്യൂ. റോ എന്താണ്? ഡെൻസിറ്റി. വി വെലോസിറ്റി. എൽ സി എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത്. മ്യൂ എന്ന് പറഞ്ഞ viscosity. Okay, where LC is the characteristics dimension. ആരാണ് വന്നേ? കാണുന്നില്ലല്ലോ. ഓക്കെ, എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡയമെൻഷൻ ആണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്നേ ഉള്ളൂ. ദ ഹയർ ദ റെയ്നോൾഡ്സ് നമ്പർ ദ ഗ്രേറ്റർ വിൽ ബി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇനർഷ്യ ഫോഴ്സ്. അതായത് റെയ്നോൾഡ്സ് നമ്പർ ഇതിനകത്ത് പറയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനർഷ്യ ഫോഴ്സ്. അതായത് ഇനർഷ്യ ഫോഴ്സ് ഹൈ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഹൈ ആയിരിക്കും. ഇനി വിസ്കോസിറ്റി ഹൈ ആണെങ്കിൽ, വിസ്കസ് ഫോഴ്സ് ഹൈ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ
കുറവായിരിക്കും. അപ്പം ഈ ഇക്വേഷൻ ആണ് കാണാൻ പഠിക്കേണ്ടത്. ഇനർഷ്യ ഫോഴ്സ് റെയ്നോൾഡ്സ് നമ്പർ ഈക്വൽ ടു ഇനർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇതിന് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ടോ ഷോണെ? ഷോൺ ഇല്ല ഇവിടെ. ഷോണെ കേൾക്കുന്നില്ല പറയുന്നേ. അൺമ്യൂട്ട് ചെയ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുവാണോ? ശിവകുമാറെ ഇതിന് യൂണിറ്റ് ഉണ്ടോ? ശിവകുമാർ, എന്തുകൊണ്ടാണ് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് അല്ലേ പഠിക്കുന്നത്? അപ്പൊ ഇനി യൂണിറ്റ് ഇല്ല അല്ലേ? ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്. അപ്പൊ റോ വി എൽ സി ബൈ മ്യൂ. ഓക്കെ, അപ്പം എൽ സി ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ആർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് വി എക്സ് ഡിവൈഡ് ബൈ ന്യൂ എന്ന് എഴുതാം. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, വി വെലോസിറ്റി, എക്സ് എൽ, എക്സ് ഡി, അത് നിനക്ക് മനസ്സിലാവും, കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത്. ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵, then it is laminar flow. ഒരു പ്ലേറ്റിന്റെ മണ്ടയ്ക്കൂടാണെങ്കിൽ ഫ്ലോ നടക്കുന്നതെങ്കിൽ അത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് നമുക്ക് അറിയണം. അങ്ങനെ 5 × 10⁻, ഇപ്പം നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വാല്യൂ 5 × 10⁵ താഴെ വരുവാണെങ്കിൽ അതെന്താണ്? ലാമിനാർ ഫ്ലോ. ഇനി 5 × 10⁵ കൂടുതൽ വന്നാൽ എന്താണ്? അത് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, 5 × 10⁶ വന്നാൽ എന്താണ്? ടർബുലന്റ് ഫ്ലോ. ഇനി അതൊരു ട്യൂബിൽ കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ ആ ലാമിനാർ ഫ്ലോ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2300 ആയിരിക്കും. 2300 വരെയുള്ളത് എന്താണ്? ലാമിനാർ ഫ്ലോ. ഒരു ട്യൂബിൽ കൂടെ ഉള്ള ഫ്ലോയുടെ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ഇനി അത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർഫസിന്റെ മണ്ടയ്ക്കൂടെ ഉള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ ആ ഫ്ലോ എന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അക്ഷയ് ഷാജി ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി നസൽസ് നമ്പർ. നസൽസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ അറ്റ് ദ സർഫസ്. അതായത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റിന്റെ റേഷ്യോ ആണ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. അതായത് ഇത്രേ ഉള്ളൂ. നസൽ നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ പ്രോസസ് അണ്ടർ എ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ടു ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ conduction process under a unit temperature gradient through a fluid layer of thickness. ഇത്രേ ഉള്ളൂ. Q convection divided by Q conduction. ഇതാ നോക്കുക, നസൽസ് നമ്പർ എഴുതി വെച്ചോളുക ബുക്കിന്റെ ബാക്കിൽ. നസൽസ് നമ്പർ എന്ന് പറഞ്ഞാൽ Q convection divided by Q conduction. Q convection എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? Q ക്യാപിറ്റൽ Q അല്ല, സ്മോൾ Q ആണ്. അതായത് സ്മോൾ Q എങ്ങനെയാണ് കിട്ടുന്നത്? Q/A അല്ലേ? ഹീറ്റ് ഫ്ലക്സ്. ഓക്കെ, Q convection divided by Q conduction. അപ്പം എന്താ Q കൺവെക്ഷൻ ഇക്വേഷൻ? നമുക്കറിയാം HA ∆T. അതിനകത്ത് A ഇല്ലല്ലോ, Q/A ആൻഡ് HA ∆T. ഇനി Q കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആരോമല്ല കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ KA ∆T. ഇനി ഇതിനെ നമുക്ക് DT ഒക്കെ വെട്ടിപ്പോയി എല്ലാം കഴിയുമ്പോൾ HLC/K എന്ന് കിട്ടും. നസൽസ് നമ്പറിന്റെ ഇത് കണക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നസൽസ് നമ്പർ HLC/K എന്ന് കിട്ടും. ഇനി NU = HX/K എന്ന് എഴുതാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അതായത് നമ്മളൊരു ഫ്ലോ, ഒരു പ്ലേറ്റിന്റെ മുകളിൽ കൂടെ ഉള്ള ഫ്ലോ റെയ്നോൾഡ്സ് നമ്പർ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഇക്വേഷൻ NU = HLC/K എന്ന ഇക്വേഷൻ എടുക്കുന്നത്. ഇനി H ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, LC ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത്, K തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, എളുപ്പമാണ് ഇതിന്റെ കണക്ക് ചെയ്യാൻ, സിമ്പിൾ ആണ്. പക്ഷെ കുറെ ഡേറ്റാ ബുക്കിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കുറെ ഡേറ്റാസ് എടുക്കാനുണ്ട്. അത് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. H = ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, K = തെർമൽ കണ്ടക്ടിവിറ്റി. ഇനി X = L ആണ് പ്ലേറ്റിന്. ഇതാ ഇവിടെ ഈ LCക്ക് പകരം, ഇപ്പം അതൊരു ട്യൂബ് ആണെങ്കിൽ ഈ LCക്ക് പകരം എന്താവും? ഈ LCക്ക് പകരം D ആവും, HD/K എന്നാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അഭിഷേക്? മനസ്സിലാവുന്നു?
ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായി. ഇനി സ്റ്റാൻഡേർഡ് നമ്പർ. ആ സ്റ്റാൻഡേർഡ് നമ്പർ പഠിക്കുന്നതിന് മുമ്പ് ഒരു സാധനം പഠിക്കാം, പ്രാൻഡിൽ നമ്പർ. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൈനമാറ്റിക് വിസ്കോസിറ്റി ടു ദ തെർമൽ ഡിഫ്യൂസിവിറ്റി. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μCp/K. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി വിച്ച് അഫക്ട്സ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് തെർമൽ ഡിഫ്യൂസിവിറ്റി വിച്ച് അഫക്ട്സ് ദ ടെമ്പറേച്ചർ ഫോർമേഷൻ. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പൾസ് ട്രാൻസ്പോർട്ട് ത്രൂ ദ മോളിക്കുലാർ ഫ്രിക്ഷൻ, whereas thermal diffusivity indicates the heat energy transport. അതായത് ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി പറയുന്നതും പ്രാൻഡിൽ നമ്പർ അതിന്റെ മോളിക്കുലാർ മോഷൻ ആണ്. ഇനി തെർമൽ ഡിഫ്യൂസിറ്റി പറയുന്നത് ഹീറ്റ് എനർജിയുടെ ഇതാണ്. അപ്പം ഈ മോളിക്കുലാർ മോഷൻ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെയും അതുപോലെ ഹീറ്റ് എനർജിയുടെയും റേഷ്യോ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ പ്രാൻഡിൽ നമ്പർ കിട്ടും. അതായത് പ്രാൻഡിൽ നമ്പർ ഈക്വൽ ടു കൈനമാറ്റിക് വിസ്കോസിറ്റി ടു ദ തെർമൽ ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അതിന്റെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? μCp/K എന്ന് വരും. പ്രാൻഡിൽ നമ്പർ μCp/K എന്ന് വരും. ഇനി പ്രാൻഡിൽ നമ്പർ മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് മൊമെന്റം ടു ദ മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് ഹീറ്റ് എന്ന് എഴുതുക. അതായത് മൊമെന്റത്തിന്റെ ഒരു ഇത് പാസ് ചെയ്യുമ്പോൾ, ഒരു ഫ്ലൂയിഡ് ഒരു സർഫസിന്റെ മണ്ടയ്ക്കൂടെ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്യൂബിന്റെ അകത്ത് സ്റ്റീൽ ട്യൂബിൽ കൂടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊമെന്റം, മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് മൊമെന്റം ടു ദ മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് ഹീറ്റ് ആണ് പ്രാൻഡിൽ നമ്പർ എന്ന് പറയുന്നത്. അതിന് രണ്ട് രീതിയിൽ എഴുതാം, μCp/K, μ/ρ, K/ρCp എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് മൊമെന്റം ടു മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് ഹീറ്റ്. അപ്പോൾ പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ടു ദ തെർമൽ ഡിഫ്യൂസിവിറ്റി. ഇതൊക്കെ കണക്കിൽ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്, സ്റ്റാൻഡേർഡ് നമ്പർ. സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നസൽസ് നമ്പർ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പർ. സ്റ്റാൻഡേർഡ് നമ്പർ ഈക്വൽ ടു നസൽസ് നമ്പർ ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ഇൻറ്റു പ്രാൻഡിൽ നമ്പർ. അതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നസൽസ് നമ്പറും എല്ലാം ഇട്ട് കൊടുത്ത് ഫൈനൽ ആൻസർ കിട്ടി കഴിയുമ്പോൾ h/ρVCp എന്ന് വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂ ടു ദ velocity and mass of the fluid. This number is used to correlate forced convection. The above equation can also be written as standard H delta T rho Vcp delta T. Okay, ഇത്രയും നമ്പർ ആണ് നമ്മൾ ഇപ്പം പഠിക്കുന്നത്. ഈ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ ചെയ്യാൻ വേണ്ടി ഇത്രയും നമ്പറുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഇത് കാണാതെ പഠിക്കണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് വന്നു. നിങ്ങൾ ഡേറ്റാ ബുക്ക് എടുക്കുക. എല്ലാവർക്കും ഡേറ്റാ ബുക്ക് ഉണ്ടല്ലോ, ഇനി കിട്ടാത്ത ആരുണ്ട്? ആരോമല ഡേറ്റാ ബുക്ക് മേടിച്ചായിരുന്നോ? ആരോമൽ വാങ്ങിയായിരുന്നു. ഓക്കെ, ഷോണെ ഡേറ്റാ ബുക്ക് വാങ്ങിയായിരുന്നോ? ഷോൺ കേൾക്കുന്നില്ലടാ. നീ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ, എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞത്. കിട്ടിയോ ഇല്ലയോ? യെസ് ഓർ നോ? ബാക്കി എല്ലാവർക്കും അക്ഷയ് എം പിക്ക് ഉണ്ടല്ലോ. വൈശാഖ്, അക്ഷയ് ഷാജി എന്തായി? എന്തോ പറ്റി ഷോണെ നിനക്ക് കിട്ടാ? ഞാൻ PDF നോക്കിയാണ് ചെയ്യണേ. ഓക്കെ, ഇതിപ്പം എന്തായാലും ലോക്ക്ഡൌണിൽ പറ്റില്ലല്ലോ, നേരത്തെ മേടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഈ ഡേറ്റാ ബുക്ക് ഇല്ലാതെ HMD എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡേറ്റാ ബുക്ക് മറന്നുപോയി കഴിഞ്ഞാൽ പരീക്ഷ തീർന്നു, ഇല്ലാതായി എന്ന് ഓർത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത് മേടിക്കുക. ഓക്കെ, അപ്പം റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ നോക്കി, പ്രാൻഡിൽ നമ്പർ നോക്കി, ഇനി എന്താണ് സ്റ്റാൻഡേർഡ് നമ്പർ നോക്കി, പിന്നെ നസൽസ് നമ്പർ നോക്കി. സിമ്പിൾ ആണ് ഇതിന്റെ കണക്കുകൾ ചെയ്യാൻ. ഇനി ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക ഒന്നും വേണ്ട. കാണാതെ പഠിക്കണം. ഏതാണ്? ഞാൻ ഈ ഫോട്ടോ വെച്ചിരിക്കുന്ന കാണാമല്ലോ അല്ലേ? ഹലോ, ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതാ നോക്കുക, ഇത് പഴയ ഇതാണേ, പഴയ ഏത് എഡിഷനാ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആയോ ശിവകുമാറ്? ശിവകുമാറെ ഇപ്പൊ ഓക്കെ ആണോ? ശിവകുമാറെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ശിവകുമാറിന് ഓക്കെ ആണോ?
ഓക്കെ ആണോ ഞാൻ പറയുന്നത്? അപ്പം ഡേറ്റ ബുക്ക് എടുക്കുന്നു. ആ ഡേറ്റ ബുക്ക് ഇത് 8th എഡിഷൻ ആണ്. ആ 8th എഡിഷന്റെ കൺവെക്ഷൻ നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കൺവെക്ഷൻ ആണ് 113 പേജിൽ. നിങ്ങൾ തുറക്കും ഇതേ സമയത്ത്. നിങ്ങളുടെ പേജിൽ എത്രയാണ് കിടക്കുന്നത്? നിങ്ങളുടെ 9th എഡിഷൻ ആയിരിക്കും അല്ലെങ്കിൽ 10th എഡിഷൻ ആയിരിക്കും. എത്രയാണ് കിടക്കുന്നത്? അഖില എത്രാമത്തെ പേജാ? അഖിലല്ല, ആരോമലെ? എന്താ സാറേ ഈ കൺവെക്ഷൻ എത്രാമത്തെ പേജിലാ? ഡേറ്റ ബുക്കിലെ കണ്ടന്റ് എത്രാമത്തെയാ? ആരാമൽ, ഷോണ നിനക്ക്? ഷോണല്ല, അഭിഷേക് എത്ര അവിടെ പേജ്? 121 എക്സ്റ്റേണൽ ഫ്ലോ അങ്ങനെയാണ്. ഓക്കെ. ആ കൺവെക്ഷന്റെ ആ പേജിലേക്ക് പോവാ. എനിക്കിവിടെ 112. ഇതുപോലെ 2 പേജ് കണ്ടോ? ഇതുപോലെ ഒരു പേജ് കണ്ടോ? ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കണ്ടോ? 112. അവിടെ നിങ്ങളുടെ എഡിഷനിൽ എത്രയാ പറഞ്ഞത്? എത്രയാ അഭിഷേക്? 121. ഓക്കെ. ആ 121 പേജിലെ നോക്കി. ഡയമെൻഷൻലെസ് ഗ്രൂപ്പ്സ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്, ഡി പാരാമീറ്റർ, എല്ലാം നമ്മളിപ്പം പഠിച്ച എല്ലാ സാധനങ്ങളും ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ ഉള്ളത് ഇവിടെ ഉണ്ട്. റെയ്നോൾഡ്സ് നമ്പർ, ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്. ഇനി റെയ്നോൾഡ്സ് നമ്പറിന്റെ എല്ലാ ഇക്വേഷനും കിടപ്പുണ്ട്. എന്താ? യു ഡി റോ. ഇതിനകത്ത് യു എൽ വി യു ഡി. അതിനകത്ത് നമ്മൾ വെലോസിറ്റി വി ആയിട്ട് പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റി, ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്പർ പഠിച്ചത് നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടിയതാണ് നസൽസ് നമ്പർ. ഇനി നസൽസ് നമ്പർ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ അറ്റ് ദ സർഫസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ പോലും ഈ ഡേറ്റ ബുക്കിൽ നിന്ന് എഴുതാം. ഇനി അതിന്റെ ഇക്വേഷൻ HL/K, HD/K, നസൽസ് നമ്പർ. ഇതുപോലൊരു ഡേറ്റ ബുക്ക് വേറെ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ കണക്ക് ചെയ്യാൻ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ദെൻ പ്രാൻഡിൽ നമ്പർ, മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് മൊമെന്റം ടു ദ മോളിക്കുലാർ ഡിഫ്യൂസിവിറ്റി ഓഫ് ഹീറ്റ്. അതുകൊണ്ട് അതിനകത്ത് അതിന്റെ μCp/K ആ ഇക്വേഷനും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടിയ എല്ലാ ഇക്വേഷനും കണക്ക് ചെയ്യേണ്ടത് ഇനി വരുന്ന ഇക്വേഷൻസ് എല്ലാം ഇതിലുണ്ട്. നമ്മൾ ഇത് 3 ഇപ്പൊ ഇത്രയും നോക്കിയത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ അക്ഷയ് ഷാജി? ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജ് എടുക്കുക. ആ നെക്സ്റ്റ് പേജിൽ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫ്ലോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമുക്കൊരു കൺവെക്ഷനെ 2 പ്രോബ്ലം ആയിട്ട് തിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ ഫ്ലോ ഉണ്ട്, ഇന്റേണൽ ഫ്ലോ ഉണ്ട്. എക്സ്റ്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഒരു പ്ലേറ്റിന്റെ മണ്ടയ്ക്കൂടെ പോകുക. ഇനി ഇന്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ട്യൂബിന്റെ അകത്തൂടെ പോകുന്നു. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫ്ലോയ്ക്കും ഇന്റേണൽ ഫ്ലോയ്ക്കും ഒക്കെ ഇക്വേഷൻ വേറെ വേറെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിയത് എല്ലാ ഇക്വേഷൻസും ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ അറിയേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ നോക്കുക. കണക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റില് ഞാൻ ആ ഡേറ്റ ബുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. നോക്കിയേ, നമുക്കിപ്പോ ഒരു എക്സ്റ്റേണൽ ഫ്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ആരോമലെ കേൾക്കുന്നുണ്ടല്ലോ? സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, വൈശാഖെ മനസ്സിലാവുന്നുണ്ടോ? ഹലോ വൈശാഖ് കേൾക്കുന്നുണ്ടോ? വൈശാഖ് പോയോ? അക്ഷയം ബി ഉള്ളവരെങ്കിലും എനിക്ക് ശ്രദ്ധിച്ചിരിക്കുക, ചുമ്മാ ഞാൻ ഇങ്ങനെ വായിട്ട് അലയ്ക്കാതെ. ഓക്കെ, ദെൻ നമുക്കിപ്പോ റെയ്നോൾഡ്സ് നമ്പർ 5 × 10⁵ താഴെ കിട്ടിയെന്നിരിക്കട്ടെ. റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെ കണ്ടുപിടിച്ചു? അതിനുള്ള ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിനുള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. ആ റെയ്നോൾഡ്സ് നമ്പർ 5 × 10⁵ താഴെയാണ് കിട്ടിയത്. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഒരു 5 × 10⁵ കിട്ടിയെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ കോറിലേഷൻ ആൻഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, നൊട്ടേഷൻസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അതിൽ ΔHx, ΔTx, ΔX, ΔIx, CFx, CFL എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി ആ ΔHx എന്താണ്? ഇവിടേക്ക് പോവുക. ΔHx എന്ന് പറഞ്ഞ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ലീഡിങ് എഡ്ജ്. ഓക്കെ, ഇനി ΔTx എന്താണ്?
thermal boundary layer thickness at a distance x from leading edge. അപ്പം ഡെൽറ്റ എച്ച് എക്സ് എന്താണ്, ഡെൽറ്റ ടി എക്സ് എന്താണ്? ഡെൽറ്റ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ്. ഇനി തിക്നെസ് ആണ് ഡെൽറ്റ. ഇനി ഡെൽറ്റ ടി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. റെയ്നോൾഡ്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു -0.5 ഡയറക്ട്ലി കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. ഡെൽറ്റ എച്ച് എക്സ് ഇൻറ്റു പ്രാൻഡിൽ നമ്പർ, അത് ഡെൽറ്റ ടി എക്സ് കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ് സംഭവങ്ങൾ. അത് പക്ഷേ എടുക്കുന്നത് ഏതാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ഒന്നും അറിയാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടിരിക്കുക. പിന്നെ ഇനി ഇവിടെ ഉള്ള എല്ലാം ഇവിടെ നൊട്ടേഷൻ കൊടുക്കും. ഡെൽറ്റ എക്സ് എന്താണ്? എന്താ നോക്കിയാൽ ഡെൽറ്റ എക്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സി എഫ് എക്സ് എന്താണ്? ആ സി എഫ് എക്സ് എന്താണെന്ന് വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് ഉൾപ്പെടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. ഇനി ഇതാ നോക്കിയേ, അതൊരു കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന്റെ നസൽസ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ പ്രാൻഡിൽ നമ്പർ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നസൽസ് നമ്പർ കണ്ടുപിടിക്കണം. അതൊക്കെ പറഞ്ഞു തരാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഡേറ്റ ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. ഇനി ഈ തിങ് സ്റ്റാർട്ട് അറ്റ് ഓരോ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ അതിന്റെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ, എനിക്ക് 114 പേജ്, നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഇതാ നോക്കിയേ, സിമ്പിൾ കാര്യങ്ങൾ പോലും ഇവിടെ ഉണ്ട്. ആവറേജ് വാല്യൂസ് ഫോർ കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ്, കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ, നസൽസ് നമ്പറിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഉണ്ട്. 2NuL. ഇനി ഈ NU⁻L എന്താണ്? ആവറേജ് നസൽസ് നമ്പർ അപ് ടു ലെങ്ത് L. എല്ലാം തന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, ഒരു ഇക്വേഷൻ പോലും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കണം. ഇനി അത് ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ 5 × 10⁵ 10�7 ഇടയ്ക്കായിരിക്കും റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ താഴെയാണെങ്കിൽ ദാ ഇവിടത്തേക്ക് വരും, ഈ ഇവിടുത്തെ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കും. ടർബുലന്റ് ആണെങ്കിൽ ഈ ഡെൽറ്റ എച്ച് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഡയറക്ട്ലി നമ്മൾ ഇട്ട് കൊടുക്കുന്ന, അതായത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, ആൻസർ കിട്ടും. ഓക്കെ, അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് വരുമ്പോൾ, ഓരോ കണക്കുകൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കും. പിന്നെ ഫ്ലോ ഓവർ എ സിലിണ്ടർ, സിലിണ്ടറിന്റെ മണ്ടയ്ക്കൂടെ അതിന്റെ ഓരോ ഇക്വേഷൻ ഉണ്ട്, ഡയറക്ട്ലി എല്ലാം കിട്ടും. ദെൻ അതിന്റെ ഇത് വരും. ദെൻ 124 പേജ്, അതിൽ ഇന്റേണൽ ഫ്ലോ എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ എനിക്ക് തോന്നുന്നു എത്രയാണ്? ഇന്റേണൽ ഫ്ലോ നെക്സ്റ്റ് നോക്കിക്കേ, കണ്ടന്റില് ഇന്റേണൽ ഫ്ലോ എത്രയാണ്? അക്ഷയ് ഷാജി, ഇന്റേണൽ ഫ്ലോയുടെ നിങ്ങളുടെ ഡേറ്റാ ബുക്കിലെ നമ്പർ എത്രയാണ്? അക്ഷയ് എടാ കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. എടാ ഞാനിവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് പറയുവാണോ ഓരോന്ന്? 132 സാർ. 132. ഓക്കെ, 132. എനിക്കിവിടെ 132 പേജ്. അതിൽ നോക്കിയേ, ഇന്റേണൽ ഫ്ലോ എങ്ങനെയാണ് കിട്ടുന്നത്? അത് << 2300 ആണെങ്കിൽ അത് എന്തായിരിക്കും? ലാമിനാർ ആയിരിക്കും. അതിന്റെ ലാമിനാർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഏത് കോറിലേഷൻ ആണ് എടുക്കേണ്ടത്? അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ മാത്രമേ ഉള്ളൂ. ഇനി അത് ടർബുലന്റ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കിടപ്പുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു ഇക്വേഷനും കാണാതെ പഠിക്കണ്ട, എല്ലാം ഇതിലുണ്ട്. ഇനി ഒരു ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ അത് നോക്കിയേ, അതിന്റെ മീൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് എടുക്കേണ്ടത്? അതെല്ലാം ഇവിടെ ഉണ്ട്. ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ഡയറക്ട്ലി ഇതിലുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി ഫ്രീ കൺവെക്ഷന്റെ കേസിൽ വരുമ്പോൾ അതും 135 പേജിലാണ്. നിങ്ങളുടെ പേജ് എത്രയാണ് ഫ്രീ കൺവെക്ഷന്റെ? ശിവകുമാറെ എത്രയാണ്? വൈശാഖെ, അക്ഷയമ്പി എത്രയാണ്? 143. അപ്പോ ആ ഫ്രീ കൺവെക്ഷന്റെ നോക്കിയേ, അവിടെ എല്ലാ ഇക്വേഷൻ TF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കണക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഈ ഒരു വെർട്ടിക്കൽ സർഫസിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാ നോക്കുക, ഇതിലെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്നുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് എന്നൊന്ന് ഒരിക്കലും മറക്കില്ല ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ ഈ ഡേറ്റാ ബുക്കിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ഇത്രയും മാത്രമാണ് ഇതില്. നമ്മൾ കണക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് കൺവെക്ഷന്റെ തുടക്കത്തിൽ കിടക്കുന്നു, അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പേജിൽ കൺവെക്ഷന്റെ ഫസ്റ്റ് പേജ് എന്റെ 113 ആണ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 121 ആണെന്ന് തോന്നുന്നു.
അതിൽ ഈ പറഞ്ഞ നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷനും കിടപ്പുണ്ട്. നസൽസ് നമ്പർ കിടപ്പുണ്ട്, പ്രാൻഡിൽ നമ്പർ കിടപ്പുണ്ട്, റെയ്നോൾഡ്സ് നമ്പർ കിടപ്പുണ്ട്, ഇനേർഷ്യ ഫോഴ്സ് കിടപ്പുണ്ട്, വിസ്കസ് ഫോഴ്സ് കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. അതിന്റെ ഇക്വേഷൻ ഉൾപ്പെടെ എല്ലാം കിടപ്പുണ്ട്. ഇനി എച്ച് എന്താണ്, എൽ എന്താണ്, കെ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞത്, ബേസ് ആണ് കൃത്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ ഫ്ലോ, 2 ടൈപ്പ് ഫ്ലോ ആയിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം, എക്സ്റ്റേണൽ ഫ്ലോ, ഇന്റേണൽ ഫ്ലോ. ഇന്ന് കണക്ക് ചെയ്യാൻ സമയമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഏതാണ്ട് പ്ലേസ്മെന്റ് ഡ്രൈവ് കണ്ടില്ലേ, 3:30 എന്ന് പറഞ്ഞു. 3:30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നോക്കിയേ, ഇത് കാണുന്നില്ലല്ലോ കോഴ്സ്. ഒരു ക്വസ്റ്റ്യൻ വരുക, നിങ്ങൾ ഇതൊന്ന് വരച്ചെടുക്കണേ നിങ്ങളുടെ ബുക്കിന്റെ ബാക്കിലേക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ, ഇത് കണ്ടോ, ഇത് കണ്ടോ ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ 2 രീതി വരാം. ഒന്ന്, ആ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കുക കേട്ടോ, ആ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിരിക്കും. വെലോസിറ്റി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷന്റെ കണക്കായിരിക്കും. കണക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇനി അത് വെലോസിറ്റി വാല്യൂ നോട്ട് ഗിവൺ ആണെങ്കിൽ അത് നാച്ചുറൽ കൺവെക്ഷൻ ആയിരിക്കും. അപ്പൊ എന്താ, ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ 2 ടൈപ്പിലുള്ളതാണ്. ഒന്ന് ഫോഴ്സ്ഡ് ആണോ നാച്ചുറൽ ആണോ എന്ന് മനസ്സിലാക്കാം. എനിക്ക് നിങ്ങളിത് ഫോട്ടോ അയച്ചു തരണം, ഇപ്പം തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ നോക്കി എഴുതാതെ ഞാൻ പറയുമ്പം തന്നെ എഴുതുക ക്വസ്റ്റ്യൻ. അതിനുശേഷം അതിന് വെലോസിറ്റി വാല്യൂ, ഇവിടെ എഴുതിയിരിക്കുന്ന വെലോസിറ്റി വാല്യൂ ഗിവൺ, അങ്ങനാണെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഇനി അത് നാച്ചുറൽ ആണെങ്കിൽ വെലോസിറ്റി വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാം അത് ഫോഴ്സ്ഡ് കൺവെക്ഷന്റെ ആണോ നാച്ചുറൽ കൺവെക്ഷന്റെ പ്രോബ്ലം ആണോ. അപ്പോൾ അത് ഫോഴ്സ്ഡ് കൺവെക്ഷന്റെ പ്രോബ്ലം ആണെങ്കിൽ അത് 2 ടൈപ്പ് ഫ്ലോ ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഫ്ലോ ആണോ ഇന്റേണൽ ഫ്ലോ ആണോ എന്ന് മനസ്സിലാക്കാം. അത് സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. ഒരു ഫ്ലാറ്റ് ഓവർ എ സർഫസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ഫ്ലോ ആണ്. ഇന്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂബിന്റെ അകത്തു നിന്നൊക്കെ ആയിരിക്കും എന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഇനി അത് എക്സ്റ്റേണൽ ഫ്ലോ ആണെങ്കിൽ അതിന്റെ മീൻ ടെമ്പറേച്ചർ TF, ഫിലിം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് TW+T∞/2 ആണ്. ആ ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കണ്ട, അതെ ഇവിടെ നമ്മുടെ ടോപ്പിൽ കിടപ്പുണ്ട്. TF TW/T∞/2 അതാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഇക്വേഷന് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, പക്ഷെ ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് പഠിക്കണം. ഇനി ആ TW എന്താണ്, T∞ എന്താണ്, ഒന്നുമില്ല. TW എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ ആ സർഫസിന്റെ ടെമ്പറേച്ചർ. T∞ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അതേ /2 ചെയ്യുമ്പോഴാണ് അവിടുത്തെ ടെമ്പറേച്ചർ കിട്ടുന്നത്. ഇനി അത് ട്യൂബിന്റെ അകത്തൂടുള്ള ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും കേട്ടോ. ഇപ്പം ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ പറയണം. അതിന്റെ TF ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ ഫ്ലോ കണ്ടുപിടിക്കുന്നതും സർഫസ് ടെമ്പറേച്ചറിന്റെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ /2 ആണ്. ഇനി അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെയ്നോൾഡ്സ് നമ്പർ എവിടുന്ന് കിട്ടും, നമ്മുടെ ഡേറ്റാ ബുക്കിൽ തന്നെയുണ്ട്. ആ ഡേറ്റാ ബുക്കിൽ നിന്ന് തന്നെ റെയ്നോൾഡ്സ് നമ്പർ കിട്ടിയതിന് ശേഷം റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കും. ഇക്വേഷൻ, ഈ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അത് ലാമിനാർ ഫ്ലോ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് മനസ്സിലാക്കും. ലാമിനാർ ഫ്ലോ ആണെങ്കിൽ നമ്മുടെ ഡേറ്റാ ബുക്കിൽ പോയിട്ട് ലാമിനാർ ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എടുക്കും. അത് ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എടുക്കും. ഓക്കെ, ഇനി അത് ഇന്റേണൽ ഫ്ലോ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എടുത്തു, അത് റെയ്നോൾഡ്സ് ആണെങ്കിൽ ആ ഇന്റേണൽ ഫ്ലോയുടെ പേജിൽ ഡേറ്റാ ബുക്കിൽ പോയി ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് എടുക്കും. അത്രേ ഉള്ളൂ. ഇനി അത് നാച്ചുറൽ കൺവെക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി വാല്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ അതേപോലെ അവിടെ ഉണ്ട്, അത് കിട്ടും. പിന്നെ ഗ്രഷോസ് നമ്പർ, പ്രാൻഡിൽ നമ്പർ കണ്ടുപിടിക്കും. അത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എല്ലാം കണ്ടുപിടിക്കും. ഇത് എഴുതിയോ നിങ്ങള്? ഹലോ, ഇല്ല സാർ, ഇല്ല. അതായത് മനസ്സിലാക്കി എഴുതുക. വൈശാഖ് എന്ന് പറഞ്ഞ, വൈശാഖ് എന്താണ് ഇന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞേ. അല്ല, ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ ഫോഴ്സ്ഡ് ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ എങ്ങനെ മനസ്സിലാക്കും ആദ്യമേ? ഫ്ലോ എന്തോ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ? അല്ലടാ, ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഒരു ക്വസ്റ്റ്യൻ, വേറെ ഒന്നും പറഞ്ഞ, ഒരു ക്വസ്റ്റ്യൻ കിട്ടി.
ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് ചോദ്യം. അക്ഷയ് എം ബി. അത് ഈ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് ആയിരിക്കും, വെലോസിറ്റി ഇല്ലെങ്കിൽ അതെ, അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി, അതായത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സ്റ്റേണൽ ഡിവൈസ് വെച്ച് അടിച്ചു വിടുക എന്നല്ലേ അതിന്റെ അർത്ഥം. ഒരു പ്ലേറ്റിന്റെ മണ്ടയ്ക്കൂടെ ഒരു ഫാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. അപ്പൊ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. ഇനി നാച്ചുറൽ കൺവെക്ഷനിലാണെങ്കിൽ അങ്ങനെ ഒരു വെലോസിറ്റി പറയാൻ പറ്റില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ ആണ്. അപ്പോൾ വെലോസിറ്റി വാല്യൂ ഗിവൺ ആണെങ്കിൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിരിക്കും. ഇനി വെലോസിറ്റി വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ആയിരിക്കും. മനസ്സിലായോ വൈശാഖെ? മനസ്സിലായി. ഇനി ആ ഫോഴ്സ്ഡ് കൺവെക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതാണ്? ഒന്ന് എക്സ്റ്റേണലി ഫ്ലോ ചെയ്യുന്നത്, അതായത് ഒരു സർഫസിന്റെ മണ്ടയ്ക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ട്യൂബ് ആണെങ്കിൽ ട്യൂബിന്റെ മണ്ടയ്ക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി ഒരു പ്ലേറ്റ് ആണെങ്കിൽ, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ അതിനെ ഓവറായിട്ട് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന്? സിമ്പിൾ ആണ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കും ഫ്ലാറ്റ് ഓവർ എ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഫ്ലോ ആണ്. ഇനി ഇന്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ അകത്തൂടാണെന്ന് പറയും. ദ ഫ്ലൂയിഡ് ഈസ് പാസിംഗ് ത്രൂ ദ ട്യൂബ് എന്ന് പറയും. അപ്പൊ ഇന്റേണൽ ഫ്ലോ. ഇനി അതിന്റെ എക്സ്റ്റേണൽ ഫ്ലോയുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TW പ്ലസ് T∞/2. ഈ TW എന്താണ്? അക്ഷയ് ബി. മനസ്സിലായില്ലേ? കേൾക്കുന്നില്ലടാ മോനെ. ഞാനത് കേട്ടില്ലായിരുന്നു, ഞാൻ ടിവിയിൽ കേട്ടില്ല. TV വെച്ചേക്കുവാണോ? എന്താ പറഞ്ഞേ? കേട്ടില്ലായിരുന്നു സാർ ഇക്വേഷൻ പറഞ്ഞപ്പോഴത്തേക്ക്. ഓക്കെ, ഇതൊരു സർഫസ് വളഞ്ഞു പോകുന്ന കേട്ടോ, നേരെ വരയ്ക്കാൻ പറ്റില്ല, മൗസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇതൊരു സർഫസ്. ഈ സർഫസിന്റെ ടെമ്പറേച്ചർ TW എന്ന് എടുത്തോ. ഇതിന്റെ മണ്ടയ്ക്കൂടെ എന്താണ്? എയർ പാസ് ചെയ്യുന്നു. അതിന്റെ വെലോസിറ്റി, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T∞ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ TF എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന്റെ ആവറേജ് TW പ്ലസ് T∞/2 എന്ന് വരും. മനസ്സിലായോ? വോളിന്റെ ടെമ്പറേച്ചർ TW, എയറിന്റെ ടെമ്പറേച്ചർ T∞. അതിന്റെ സർഫസിൽ കൂടെ ഉള്ള ആ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, ടെമ്പറേച്ചർ T∞. മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയോ? ശരിക്കും ക്ലിയർ ആയോ? ഇല്ല, ഒന്നും കൂടെ പറയാം. ഓക്കെ, അതായത് ഇതൊരു പ്ലേറ്റ്. അക്ഷയ് ബി, ഇതൊരു പ്ലേറ്റ്. ആ പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TW അല്ലെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ്. ഇതിന്റെ മണ്ടയ്ക്കൂടെ എയർ എന്തെങ്കിലും ഫ്ലൂയിഡ് പോവാ, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T∞. അതിന്റെ ടെമ്പറേച്ചർ 5 എന്നിരിക്കട്ടെ, T∞. അപ്പൊ ഇതിന്റെ മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? 10 + 5/2, അതായത് TW പ്ലസ് T∞/2. അത്രേ പറഞ്ഞിട്ടുള്ളൂ മീൻ ടെമ്പറേച്ചർ. മനസ്സിലായോ? ഇപ്പം കത്തിയോ? ഓക്കെ, അപ്പൊ ഇന്റേണൽ ഫ്ലോ ആണെങ്കിൽ സെയിം. ഒരു ട്യൂബിന്റെ അകത്തൂടെ ഉള്ള ഫ്ലോ ആണെങ്കിൽ ട്യൂബിന്റെ സർഫസിലുള്ള ഹീറ്റ് ടെമ്പറേച്ചർ പ്ലസ് ട്യൂബിന്റെ അകത്തൂടെ ഉള്ള ഫ്ലോ. ഷോണെ കേൾക്കുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഏകദേശം മനസ്സിലാവുമല്ല, ഫുള്ളായിട്ട് മനസ്സിലായിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട്. ഓക്കെ, ദെൻ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നു. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അത് ഡയറക്ട്ലി ഡാറ്റാ ബുക്കിലുണ്ട്. അത് റെയ്നോൾഡ്സ് നമ്പർ എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്? ലാമിനാർ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ? കാരണം എന്താ, ഡേറ്റാ ബുക്കില് ലാമിനാർ ഫ്ലോയുടെയും ടർബുലന്റ് ഫ്ലോയ്ക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെയ്നോൾഡ്സ് നമ്പർ ഫസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലായി. അതിനനുസരിച്ചിട്ട് ഇക്വേഷൻ എടുത്തു. ഇനി അത് ഇന്റേണൽ ഫ്ലോ ആണെങ്കിൽ, ട്യൂബിന്റെ അകത്തൂടെ ഉള്ള ഫ്ലോ ആണെങ്കിൽ സെയിം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന സെയിം, റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്ന സെയിം, ലാമിനാർ ടർബുലന്റ്. പക്ഷേ ഇന്റേണൽ ഫ്ലോ ആണെങ്കിൽ ഡാറ്റാ ബുക്കിൽ വേറെ ആയിരിക്കും എടുക്കേണ്ട പേജ്, എക്സ്റ്റേണൽ ഫ്ലോ ആണെങ്കിൽ വേറെ ആയിരിക്കും. അതുപോലെ നാച്ചുറൽ കൺവെക്ഷൻ ആണെങ്കിലും നാച്ചുറൽ കൺവെക്ഷന്റെ പേജ് എടുക്കുക, അതായത് വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷന്റെ പേജ് എടുക്കുക. അതേപോലെ TF എന്ന് പറയുന്നത് TW പ്ലസ് T∞/2, സെയിം മറ്റേ പോലെ തന്നെ. ഓക്കെ, ദെൻ ഗ്രഷോഫ് നമ്പർ, പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞു വരും. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലാമിനാറും ടർബുലന്റും കണ്ടുപിടിക്കും. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്?
കണക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നേ ഉള്ളൂ, കണക്കിൽ നിന്ന് മനസ്സിലാവും. ആ സാർ. ആരോമല പറഞ്ഞത് ക്ലിയർ ആയോ? അക്ഷയ്, ക്ലിയർ ആയി സാർ. അക്ഷയ് ഷാജി, അക്ഷയ് എം പി, ശിവകുമാർ, അഭിഷേക്, വൈശാഖ്, ഇത്രയും ആ പേർക്ക് സാർ. ആ സാർ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഡാറ്റാ ബുക്കിലുണ്ട്, എല്ലാ ഇക്വേഷൻസും ഡാറ്റാ ബുക്കിലുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ അല്ല, ഇച്ചിരി ഉള്ളാവുന്ന എഴുതിക്കുക ബുക്കിൽ, പെട്ടെന്ന് എഴുതാം കേട്ടോ. ഇത് കാണാമോ? അത് എന്റെ സ്ക്രീനാണോ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്? കാണുന്നില്ല, ക്വസ്റ്റ്യൻ കാണുന്നില്ല ഇപ്പൊ. ഇപ്പോഴോ? ഓക്കെ. ഓക്കെ, ഞാൻ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് എഴുതാം. എടാ എഴുതിയോ? ഹലോ, ഇതാ പിള്ളേരെ ജസ്റ്റ് ലാസ്റ്റ് പോയിന്റ്. മറ്റേ ഇന്നലെ എഴുതാനുള്ള സ്ഥലമൊക്കെ വിട്ടിട്ട് വേണം കേട്ടോ. Air at 20 degrees Celsius with velocity 1 meter per second flows over a flat plate of 2 meter into 1 meter maintained at 40 degrees Celsius. Determine boundary layer thickness at 40 centimeter from leading edge. Boundary layer thickness at 2 meter from leading edge. Local heat transfer coefficient at 2 meter. Heat transfer coefficient up to 2 meter length. എഴുതി കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ പറ കേട്ടോ, ഓരോരുത്തരും കഴിഞ്ഞവർ പറ. സാർ കഴിഞ്ഞു. ഓക്കെ, ഒരാൾ കഴിഞ്ഞു. നെക്സ്റ്റ്. സാർ കഴിഞ്ഞു. 2 കഴിഞ്ഞു സാർ. 3. നെക്സ്റ്റ്. 4. നെക്സ്റ്റ്. 6 പേരില്ലേ? ആരോമൽ കഴിഞ്ഞെന്നാണോ പറഞ്ഞത്? കഴിഞ്ഞെന്നാ സാർ പറഞ്ഞു. ശിവകുമാർ, അക്ഷയ് ഷാജി, ഷോൺ, എല്ലാരും കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിക്കുക. ഇത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നേ ഉള്ളൂ, മനസ്സിലാക്കി കഴിഞ്ഞു. എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് വിത്ത് വെലോസിറ്റി 1 meter per second flows over a flat plate of 2 meter into 1 meter maintained at 40 degrees Celsius. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് എക്സ്റ്റേണൽ ഫ്ലോ ആണോ ഇന്റേണൽ ഫ്ലോ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അതിനു മുമ്പേ ഇത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ പറയും? നാച്ചുറൽ. നെക്സ്റ്റ്. വൈശാഖെ,
ഞാൻ പറഞ്ഞു ആ, sir. വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കൺവെക്ഷൻ ആയിരിക്കും? Velocity. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിരിക്കും അല്ലേ? ഇതുപോലുള്ള സിമ്പിൾ മിസ്റ്റേക്ക് ആണ്, നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ തെറ്റി പോകുന്നതാണ്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അതായത് എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് വിത്ത് വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഡ് ആണ്. 1 മീറ്റർ പെർ സെക്കൻഡ് ഫ്ലോസ് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഇന്റേണൽ ഫ്ലോ ആണോ എക്സ്റ്റേണൽ ഫ്ലോ ആണോ? പറയൂ. എക്സ്റ്റേണൽ ഫ്ലോ. External flow. ഇന്റേണൽ എന്നുള്ള ഓപ്ഷൻ ആർക്കും ഇല്ല. ഓക്കെ, കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഫ്ലോസ് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ മെയിൻറ്റൈൻഡ് അറ്റ് 40 ഡിഗ്രി. ഫ്ലാറ്റ് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ പടം അങ്ങ് വരയ്ക്കുന്നു. 2 മീറ്ററും 1 മീറ്ററും ഉള്ള ഒരു സാധനം. അതിന്റെ സർഫസ് ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്ന കോൺസ്റ്റന്റ്, മെയിൻറ്റൈൻഡ് അറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ കിട്ടി. അപ്പൊ നിങ്ങൾ എഴുതുക ഫസ്റ്റില് ഗിവൺ എന്ന് എഴുതിയിട്ട് TW ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ്, അതായത് വോൾ ടെമ്പറേച്ചർ. ഈ പടം വരയ്ക്കുക ഫസ്റ്റിൽ 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. സിമ്പിൾ ആയിട്ടങ്ങ് വരച്ചാൽ മതി. വരച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ, എന്നിട്ട് ബാക്കി പറയാനാണ്. ഇതെല്ലാം എഴുതി വെക്കരുത്. ഞാൻ പറയുമ്പം മാത്രമേ എഴുതാവൂ. കാരണം എളുപ്പത്തിന് വേണ്ടി എഴുതി വെക്കരുത്. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ എഴുതിയില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് മാത്രമേ എഴുതാവൂ. നെക്സ്റ്റ് പടം ആദ്യം വരയ്ക്കുക. വരച്ച ആരാമല്ലേ? വരച്ചു സാർ. ബാക്കി എല്ലാവരും വരച്ചല്ലോ അല്ലേ? ഞാൻ ബാക്കി പറയാം. അതിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആണെന്ന്. അപ്പൊ 2 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത്. അപ്പൊ അതിന്റെ ഒരു ഇത് വരച്ചു. ഇനി അതിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വോൾ ടെമ്പറേച്ചർ. അതായത് ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, അതായത് അത് മണ്ടയ്ക്കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചിരിക്കുന്ന എയറിലാണെങ്കിൽ അതെന്താണ് 1 മീറ്റർ പെർ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ T ഇൻഫിനിറ്റി എന്നുള്ളത് എയറിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്. ഇനി TW എടുത്തെഴുതി, ഗിവൺ എന്ന് പറഞ്ഞിട്ട് T ഇൻഫിനിറ്റി എടുത്തെഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടിയത്? ഇത് ഏത് ഫ്ലോ ആണ്? അപ്പൊ അതിന്റെ താഴെയായിട്ട് എഴുതുക, ഇത് ഏത് ഫ്ലോ ആണ്? ഏത്, നാച്ചുറൽ ആണോ ഫോഴ്സ്ഡ് ആണോ? Forced convection. ഫോഴ്സ്ഡ്. അപ്പൊ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അത് എന്തുകൊണ്ട് എഴുതുക? എന്തുകൊണ്ട്? വെലോസിറ്റി ഗിവൺ, വെലോസിറ്റി ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുക. എനിക്കിത് നിങ്ങൾ അയച്ചു തരേണ്ടതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എഴുതുക. ഓക്കെ, 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയല്ലോ. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. എന്തുകൊണ്ട് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയി? വെലോസിറ്റി ഗിവൺ. ഓക്കെ, വെലോസിറ്റി ഗിവൺ ആയുണ്ട്. ദെൻ ഇത് ഇന്റേണൽ ഫ്ലോ ആണോ എക്സ്റ്റേണൽ ഫ്ലോ ആണോ? എക്സ്റ്റേണൽ ഫ്ലോ. എന്തുകൊണ്ട്? എക്സ്റ്റേണൽ ഫ്ലോ എന്ന് അവിടെ എഴുതിയിട്ട് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്, ഓവർ എന്നുള്ളൊരു വാക്ക് വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായല്ലോ. ഡിറ്റർമൈൻ ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 40 സെന്റിമീറ്റർ ഫ്രം ലീഡിങ് എഡ്ജ്. ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതാ ഇവിടെ നമ്മൾ പഠിച്ച ഈ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 2 മീറ്റർ, അതായത് ലീഡിങ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ തുടങ്ങുന്നിടത്തുനിന്ന്, ലീഡിങ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടുന്നാണ്. ഈ എഡ്ജിൽ നിന്ന് ചിലപ്പം ഇത് ഫുള്ള് 2 മീറ്റർ ആയിരിക്കും. ഈ 2 മീറ്റർ വരെയുള്ള തിക്നെസ് വേറെയാണ്. എന്നാൽ ഇവിടെ 40 സെന്റിമീറ്റർ ഉള്ളപ്പോൾ ഉള്ള തിക്നെസ്സും വേറെയാണ്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? കണക്കിലൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 40 സെന്റിമീറ്റർ വരെയുള്ള ബൗണ്ടറി ലെയർ തിക്നെസ് എത്രയാണ്, അതായത് ഈ ലെങ്ത് എത്രയാണ്, അതുപോലെ ഈ ലെങ്ത് എത്രയാണ്, ബൗണ്ടറി ലെയർ തിക്നെസ് എത്രയാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 40 സെന്റിമീറ്റർ ഫ്രം ലീഡിങ് എഡ്ജ്. ലീഡിങ് എഡ്ജിൽ നിന്ന് നിങ്ങൾ മടുത്തെങ്കിൽ ഞാൻ നിർത്താം. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി. ഹലോ, കണ്ടിന്യൂ ചെയ്യാൻ എന്താ പറയുന്നത്? ഇല്ല സാർ, ഈ കണക്ക് തീർന്നു കഴിഞ്ഞാൽ സാർ. ഓക്കെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താ? ഹലോ, നിങ്ങൾ പറഞ്ഞോ? ആരുമില്ലേ? ശിവകുമാറേ, ചെയ്തോ സാറേ. സാർ, കുഴപ്പമില്ല. എന്തോ കേട്ടില്ല? ചെയ്യാം. ഓക്കെ,
അപ്പോൾ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അതാണ് പറഞ്ഞത് എച്ച് കണ്ടുപിടിക്കണം മുമ്പേ പറഞ്ഞില്ലേ നസ്സൽസ് നമ്പർ ചെയ്യുന്നത്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് അപ് ടു 2 മീറ്റർ ലെങ്ത്. അപ്പോൾ നമ്മൾ എഴുതി ഇന്റേണൽ ഫ്ലോ ആണ് എക്സ്റ്റേണൽ ഫ്ലോ ആണെന്ന് എഴുതി. ഇനി നമ്മൾ നേരെ ഡേറ്റാ ബുക്കിലേക്ക് പോവുക. ഡേറ്റാ ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഇതാ നോക്കുക, ഇവിടെ എക്സ്റ്റേണൽ ഫ്ലോയുടെ ഇന്റേണൽ ഫ്ലോയുടെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാം ദാ എന്താണ് അത് ലാമിനാർ ഫ്ലോ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵5 ആയെങ്കിൽ മാത്രമേ ലാമിനാർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ റെയ്നോൾഡ്സ് നമ്പർ 5 × 10⁵5നും 10�7നും ഇടയ്ക്കാണ് ടർബുലന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏത് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്നറിയാം. ഏത് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? ആരോമലെ ഏത് നമ്പറാ? ആരോമൽ റിപ്ലൈ ഇടാ. ഹലോ സാറേ. ഏത് നമ്പറാ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നീ ഞാൻ തിന്നോണ്ടിരിക്കണോ? അല്ല, ഫാനിന്റെയാ സാറേ. ഇതാ ഫാനിന്റെ ആണോ? അപ്പൊ ഏത് നമ്പറാ കണ്ടുപിടിക്കേണ്ടേ? ഞാൻ പറയുന്ന ഒന്നും നീ ശ്രദ്ധിക്കുന്നില്ലല്ലേ? ശ്രദ്ധിച്ചിരിക്കണ. ശ്രദ്ധിച്ചിരിക്കുക. എന്താ ഞാൻ ചോദിച്ചപ്പോ നിന്നോട്? നമ്പർ കണ്ടുപിടിക്കാൻ. ഏത് നമ്പർ കണ്ടുപിടിക്കാൻ? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ എന്നോട്? ലാമിനാർ ആണോ ടർബുലന്റ് ആണോ പറയാ. ഏത് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു. നമ്പർ ഇറക്കില്ല നീ. എന്താ സാറേ? അതായത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കും. ആ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടും? ദേ നോക്കിക്കേ, കണ്ടോ? റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അതിനകത്ത് പല ഇക്വേഷൻ ഉണ്ട്. എന്താ? റോ വി ഡി ബൈ മ്യൂ ഉണ്ട്, വി ഡി ബൈ ന്യൂ ഉണ്ട്, ഏത് വേണേലും എടുക്കാം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് നോക്കിയേ, യു വെലോസിറ്റി തന്നിട്ടുണ്ട്, ഓക്കെ, ഡി തന്നിട്ടുണ്ട്, അതിനകത്ത് റോയും മ്യൂവും തന്നിട്ടുണ്ടോ നോക്കിയേ. ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റിയും വിസ്കോസിറ്റിയും തന്നിട്ടുണ്ടോ നോക്കിയേ? ഉണ്ടോ? ഇല്ല സാറേ, തന്നിട്ടില്ല അല്ലേ? എയർ അറ്റ് വെലോസിറ്റിയും ടെമ്പറേച്ചറും മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം. അത് വിഷയക്കാരനാണല്ലോ, അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഡേറ്റാ ബുക്കിന്റെ ടോപ്പില് ഇക്വേഷൻ കിടപ്പുണ്ട്. എന്താണ് ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഇതാ TF = TW/T∞/2. അപ്പൊ അങ്ങോട്ട് എഴുതിക്കേ. പ്രോപ്പർട്ടീസ് ആർ ടു ബി ഇവാലുവേറ്റഡ് അറ്റ് ഫിലിൻ ടെമ്പറേച്ചർ. ഫിലിൻ ടെമ്പറേച്ചർ TF നീക്കിയിട്ട് എഴുതിയിട്ട് TW + T∞/2 എത്ര കിട്ടും? അങ്ങനെ തന്നെ എഴുതുക. ടു ഫൈൻഡ് ഫിലിൻ ടെമ്പറേച്ചർ TF = TW + T∞/2 എത്ര കിട്ടും? TF എത്ര കിട്ടും? പറയടാ. ഏ 30. ഓക്കെ, അപ്പൊ 30 കിട്ടി അല്ലേ? ഇനി ഈ 30 കൊണ്ട് എന്താ, എങ്ങനെ, എവിടെ, എന്താ ചെയ്യേണ്ടേ? വല്ല ഐഡിയ ഉണ്ടോ? ഈ 30 കൊണ്ട് നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? 30 കിട്ടി, പക്ഷെ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുകയും വേണം. എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? പറ, നിങ്ങളുടെ ഐഡിയ പറ. പറയടാ മക്കളെ, എന്തെങ്കിലുമൊക്കെ പറ. കേക്കുന്നില്ല. അതായത് ഇപ്പം കേക്കാവോ? ഇപ്പം കേക്കാവോ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത് 30 ഡിഗ്രി. എന്നാടാ? ഹലോ, വിട്ടുപോണ്ടെന്ന് പറഞ്ഞതാ.
ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പോൾ ഓക്കെ ആയോ? ശിവകുമാറെ, വൈശാഖ്, എന്റെ വോയിസ് സാർ ഞങ്ങളുടെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിടാൻ വിട്ടുപോയി. പേജ് നമ്പർ 34 നിങ്ങളുടെ അതായത് പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് ഗ്യാസസ് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ അതിനകത്ത് കൊടുത്തിട്ടില്ല. ഉണ്ട്. ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3 അങ്ങനെ കൊടുത്തിട്ടില്ലേ? അതായത് പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് ഗ്യാസസ് അറ്റ് 1, എന്റെ 34ാമത്തെ പേജിലാണ്. ഡ്രൈ എയറിന്റെ പ്രോപ്പർട്ടീസ് ഡേറ്റാ ബുക്ക് എടുത്ത് നോക്കുക. കാണുന്നുണ്ടോ? ഇവിടെ 34ാമത്തെ പേജാണ്. ഹലോ, സാർ നിങ്ങളുടെ എത്രാമത്തെ പേജാ? നിങ്ങളുടെ പേജ് എത്ര? എനിക്ക് തോന്നുന്നു മുമ്പേ 113 വന്നപ്പോ നിങ്ങളുടെ 123 അല്ലേ? നിങ്ങളുടെ 42ാമത്തെ പേജ് ആയിരിക്കും അല്ലെ 41ാമത്തെ പേജ് ആയിരിക്കും. ഒന്ന് നോക്കി. 42 തൊട്ടാ പ്രോപ്പർട്ടീസ്. 42 അല്ലേ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പർട്ടി വാല്യൂസ്. അതെ അതെ അതെ, അത് -50 -40 ഉള്ളല്ലോ അല്ലേ? അത് തന്നെ അത് തന്നെ. അതിനകത്ത് നോക്കി എന്തൊക്കെയുണ്ട്. പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് ഗ്യാസസ് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിനകത്ത് തന്നിട്ടുണ്ട്. അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളതിന്റെ, അതായത് ഡ്രൈ എയറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് എടുക്കേണ്ടത്. അതായത് ഞാൻ നോക്കിയേ 30 ഡിഗ്രി. അതിന് മുമ്പ് അത് ചെയ്യാൻ വരട്ടെ. 1 സെക്കൻഡ്. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതെഴുത്. ടേക്കിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് എയർ ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ നിങ്ങളുടെ 42 ഫോർ TF ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ്. അത് എഴുതുക. ഓക്കെ. Taking properties of air from data book page number 42 for TF അല്ലേ? ഇനി റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഇക്വേഷൻ വേണ്ടിയത്? അല്ല, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് തന്നെ ഡേറ്റാ ബുക്കിൽ നിന്ന് എടുത്ത് എഴുതാം. അത് എഴുതിയില്ലേ? ടേക്കിംഗ് പ്രോപ്പർട്ടീസ് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 42 എന്ന് എഴുതിയില്ലേ? ഇവിടെ റിപ്ലൈ ചെയ്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത്. ഇനി ആ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുത്തെഴുതുക. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.165 ഇൻറ്റു 1.165 താഴോട്ട് എഴുതുക. നല്ല ഭംഗിക്ക് തന്നെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതേപോലെ രണ്ടാമത്തെ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി മ്യൂ എഴുതുക. ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി എടുത്ത് എഴുതുക 30ക്ക് നേരെയുള്ള. ഓക്കെ. ദെൻ തെർമൽ ഡിഫ്യൂസിവിറ്റി എഴുതണ്ട, എന്തെങ്കിലും ആവശ്യം വരുവാണെന്ന് എടുത്താൽ മതി. പ്രാൻഡിൽ നമ്പർ എഴുതുക. ഓക്കെ. ദെൻ സ്പെസിഫിക് ഹീറ്റ് അല്ലേ? അതും സ്പെസിഫിക് ഹീറ്റും തെർമൽ കണ്ടക്ടിവിറ്റി എടുത്തിരിക്കും. തെർമൽ ഡിഫ്യൂസിറ്റിയും കൂടെ എഴുതിക്കോ. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാലും നമ്മൾ എടുക്കാമല്ലോ. അതായത് അതിന്റെ റോ എന്താണെന്ന് എഴുതിയിട്ട് നേരെ എഴുതിയാൽ മതി. അല്ല ഡെൻസിറ്റി എന്ന് പറഞ്ഞൊന്നും എഴുതണ്ട. റോ ഈക്വൽ ടു 1.165. തെറ്റിപ്പോകരുത്. ആബ്സല്യൂട്ട് വിസ്കോസിറ്റി ഈക്വൽ ടു 18.63 into 10⁻⁻6 ആ ഇക്വേഷൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി അതെന്താണ്, അതിന്റെ എല്ലാം എടുത്തെഴുതുക. എടുത്തെഴുതിയില്ലേ? കഴിഞ്ഞോ? നെക്സ്റ്റ് പറയാനാ അക്ഷയ് ഷാജി. എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിട്ട് പോവാം. എടാ, നിങ്ങളെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു 3:30 ഉള്ളൂ. 3:30 10 മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചെയ്യും,
ബാക്കി ഞാൻ നാളെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതിൽ ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ, കണക്ക് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും പറഞ്ഞ ക്ലിയർ ആയോ? എടാ റിപ്ലൈ ചെയ്യടാ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, ഒന്നുകൂടെ ലാസ്റ്റ് പറഞ്ഞു ഞാൻ നിർത്തുക. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ, വെലോസിറ്റി ഇല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ. ഇനി ആ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ നമുക്ക് കിട്ടും. ഓവറേ സർഫസ് ആണെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കും, അകത്തൂടാണ് ഇന്റേണൽ. ഇനി അതിന്റെ മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് സിമ്പിൾ ആണ്, ഞാൻ ബാക്കി പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പൊക്കോളൂ. പക്ഷെ നിങ്ങൾ കണക്ക് ഇന്നലെയുള്ള നോട്ട് ഇന്ന് എഴുതുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുപാടാവും. ഇന്നത്തെ നോട്ട് ഇതിന്റെ ബാക്കി എഴുതാനുണ്ട്, അത് ഞാൻ അയച്ചു തരാം. അതിന്റെ നോട്ട് പഠിച്ചിട്ട് തന്നെ എഴുതുക കേട്ടല്ലോ. ഒന്ന് 10 മണിക്കുള്ളിൽ നിങ്ങൾ പറഞ്ഞു ചെയ്ത് തന്നു, എല്ലാരും വെക്കുക. ഓക്കെ, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.